ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം വണ്ടി യൂസ് ചെയ്യുന്ന ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും എന്താണെന്നുള്ളത്. ഇനി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ സംശയം ചോദിച്ചോ, അറിയാവുന്ന ആൾക്കാർ റീപ്ലൈ തരും, എന്താണെന്ന് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ സാധനം കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ എന്തിനാണത് ചേഞ്ച് ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടിയുടെയാണ് നിസാൻ സണ്ണി. വണ്ടി എയറിലാണ്, എന്നെ എയറിലാക്കരുതില്ല, വണ്ടി എയറിലാണ്. ഈ വണ്ടിയുടെ സാധനം കാണണേ. ഞാനത് എന്താണ് കംപ്ലൈൻറ്റ്, എന്തിനാണത് മാറി എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. സാധനത്തിൻ്റെ പേര് ഞാൻ പറയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക് കാലിപ്പർ മൗണ്ട് എന്ന് പറയും, ബ്രേക്ക് കാലിപ്പർ മൗണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ബ്രേക്ക് പാഡൊക്കെ ഇല്ല, നമ്മുടെ ഈ ബ്രേക്ക് പാഡൊക്കെ ഇതിനകത്താണ് കണ്ടത്. ഇങ്ങനെ പിടിപ്പിക്കണേ കണ്ടോ, ഇതിങ്ങനെ ഇരിക്കും ബ്രേക്ക് പാഡ്, ഇതിങ്ങനെ ഇരിക്കും കണ്ടോ, ഇങ്ങനെ ഇരിക്കും ബ്രേക്ക് പാഡ്. അപ്പോൾ ഈ കാലിപ്പർ ഈ ബ്രേക്ക് കാലിപ്പർ മൗണ്ടിൻ്റെ കാലിപ്പർ മീൻസ് ഈ സാധനം, ഈ പിസ്റ്റനൊക്കെ വരുന്ന ഈ കാലിപ്പർ പിടിപ്പിക്കുന്നത് ഇതിലാണ് പിടിപ്പിക്കണേ. അതിനകത്തൊരു പിസ്റ്റനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാലിപ്പർ പിന്നുണ്ടോ, ഈ പിന്ന്, ഇത് കാലിപ്പർ പിന്നെന്ന് പറയും. ഈ കാണുന്ന ഈ സാധനം കാലിപ്പർ പിന്ന്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ജാമായിട്ടിരിക്കുകയാണ്, ഇതുപോലെ ഇത് ജാമായിട്ടിരിക്കുക കേട്ടോ. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യണം. ഇതിനകത്ത് ഇങ്ങനെ ജാമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ബ്രേക്ക് പാഡ് തേഞ്ഞു പോകും. എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് കുറച്ച് ബാക്കിലോട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് കളിക്കും, ബ്രേക്ക് പാഡ് കുറച്ച് ബാക്കിലോട്ട് നീങ്ങണം. ഫ്രീ ആയി കഴിഞ്ഞാലാണ് നമ്മുടെ ഈ സാധനത്തിൽ നിന്ന്, ഇത് പുതിയതാണ്, അതിൻ്റെ പേര് ഞാൻ പറയില്ല, നിങ്ങൾ ചോദിച്ചോ, കമൻറ്റ് ചോദിച്ചോ. ഈ സാധനത്തിൽ നിന്ന് വിട്ട് പോരാതെ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് തേഞ്ഞ് തരും. അതുപോലെ തന്നെ ഈ സാധനം, പേര് ഞാൻ പറയില്ല, ഈ സാധനവും തേഞ്ഞ് തീരും. അതുപോലെ തന്നെ ബ്രേക്കിങ്ങും ഭയങ്കര പ്രശ്നമായിരിക്കും. ഒരുപാട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടൂല, വണ്ടി അടങ്ങിയിരിക്കും, ബ്രേക്ക് ഓട്ടി കിട്ടൂല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിത് ഇത് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ഈ ബ്രേക്ക് നമ്മൾ സർവീസിന് സമയത്ത് ബ്രേക്ക് ക്ലീൻ ചെയ്യാന്ന് പറയും. ആ സമയത്ത് നമ്മൾ ഈ കാലിപ്പർ പിന്നെ കഴിച്ച് നമ്മൾ കണ്ടോ സാധനം കഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് കയറ്റാറുണ്ട്. പഴിക്കുന്ന സമയത്ത് നമുക്കിതിൽ ഫ്രീ ഉണ്ടാവും. ഈ ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഷിമ്മിട്ട് കയറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചില സമയങ്ങളിൽ നമ്മളൊരു 5000 കിലോമീറ്റർ കൂടുന്ന സമയത്ത് അയച്ച് ക്ലീൻ ചെയ്യാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഗ്രീസ് മൊത്തം പോയിട്ട് ആദ്യത്തിരുന്ന് ജാമായി പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. നമുക്ക് ആർക്കും തിരക്കില്ല, നമുക്ക് എല്ലാവർക്കും തിരക്കുള്ള ആൾക്കാരാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് വണ്ടി തീർത്തിറക്കി പോകണം. അപ്പോൾ നമുക്ക് കുറച്ച് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ പിന്നിൻ്റെ ഇടയിൽ ഷിമ്മിടുന്നതിന് പകരം ലേറ്റി കൊടുത്ത് നമുക്ക് ബുഷ് കട്ട് ചെയ്താൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ ഈ കാലിപ്പർ മൗണ്ടിനകത്ത് തേയ്മാനം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കാലിപ്പർ മൗണ്ടൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ലേറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ ബുഷ് അടിക്കാൻ പറ്റും. മറ്റേ ടഫ്ലോൺ ബുഷോ അല്ലെങ്കിൽ നൈലോൺ ബുഷോ നമുക്ക് അടിച്ചിടാൻ പറ്റും. അങ്ങനെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ആ പ്ലേ കുറയും. അതുപോലെ തന്നെ ജാം ആവാനുള്ള ചാൻസും കുറവാണ്. ഷിമ്മിട്ട് കഴിഞ്ഞാൽ ജാം ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ ആ വണ്ടിക്ക് എപ്പോഴും ആവശ്യം ഉണ്ടാവുമായിരിക്കും. പക്ഷേ എങ്കിലും നമുക്ക് കുറച്ച് സമയം 2 ദിവസം 1 ദിവസമൊക്കെ വണ്ടി ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുഷ് അടിച്ചിട്ട് നല്ല സേഫ്റ്റിയിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെയുള്ള വലിയ എമൗണ്ടുകൾ ചിലവാൻ ചെയ്യുള്ളൂ. ഇതൊക്കെ നമ്മളെ അറിയാണ്ട് പേര് പറഞ്ഞോളൂ. നമ്മൾ ഇതൊക്കെ ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. അതൊന്നും ചേഞ്ച് ചെയ്യാതെ നമുക്കിത് വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും കേട്ടോ. ബ്രേക്കിങ്ങും പക്കയായിരിക്കും. നമുക്ക് ബ്രേക്ക് ഇപ്പോഴും അത്യാവശ്യമുള്ളൂ, ബ്രേക്കിങ്ങും പക്കയായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 പ്രാവശ്യത്തിനിടയിൽ ഈ സാധനത്തിൻ്റെ പേര് പറഞ്ഞു ഇത് കട്ട് ചെയ്ത് 2 മണിക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പേരറിയാത്ത ആൾക്കാർ എന്തായാലും കമൻറ്റിൽ ചോദിക്കുക. പേരറിയാവുന്ന ആൾക്കാർ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ബ്രേക്കിൻ്റെ കാര്യമാണ്, ആരും വിട്ടുകളയരുത് കേട്ടോ.